നമുക്കിന്ന് പഠിക്കേണ്ടത് മീൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ ആണ്. RMS വാല്യൂ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. IRMS = I0/√2 അല്ലെങ്കിൽ ERMS = E0/√2. അപ്പം ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ RMS വാല്യൂ പറയുന്നത്. പിന്നെ അടുത്ത AC-യുടെ, കാരണം AC-യുടെ വോൾട്ടേജ് പീരിയോഡിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, കറണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വാല്യൂ കോൺസ്റ്റന്റ് വാല്യൂ ഇല്ല, അതുകൊണ്ട് നമുക്ക് വേറെ വാല്യൂ പറയണം. അങ്ങനെ കണ്ടുപിടിക്കുന്ന അടുത്ത വാല്യൂ മീൻ വാല്യൂ അല്ലെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു AC അറിയാമല്ലോ, 0 to T, ഇതാണ് ഒരു AC. പിന്നെ റെപ്പറ്റീഷൻസ് ആണ് T/2. അപ്പോൾ 0 to T വരെയുള്ള മെയിൻ അല്ലെങ്കിൽ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയി പോകും. കാരണം എത്ര പോസിറ്റീവ് വാല്യൂസ് ഉണ്ടോ അത്ര തന്നെ എന്തുകൊണ്ട് നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് 0 മുതൽ T വരെയുള്ള അല്ലെങ്കിൽ ഒരു ഫുൾ സൈക്കിളിന്റെ മീൻ അല്ലെങ്കിൽ ആവറേജ് എടുക്കുമ്പോൾ 0 ആയി പോകുന്നത്. ഇവിടെ ചെയ്യുന്നത് നമ്മൾ മീൻ എടുക്കുകയാണ്. ഇവിടെ തൊട്ട് എവിടെ വരെയാണ് ചോദിച്ചാൽ 0 മുതൽ T/2 വരെ, അല്ലെങ്കിൽ ആവറേജ് എടുക്കുകയാണ് അവിടെ മുതൽ 0 മുതൽ T. അപ്പോൾ 0 മുതൽ T/2 ആകുമ്പോൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ കാണൂ. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്തായി പോകത്തില്ല, 0 ആയി പോകത്തില്ല. അതുകൊണ്ട് മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ it is the average of instantaneous value during one half cycle. ഒരു ഹാഫ് സൈക്കിളിന്റെ സമയത്തെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസിന്റെ ഓരോ വാല്യൂവിന്റെയും ആവറേജ്, അതിനാണ് എന്ത് പറയുക, മീൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ എന്ന് പറയുക. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ I mean എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു average of I of t from 0 to T. 0 മുതൽ T വരെ. അപ്പോൾ അങ്ങനെ ആവറേജ് പിടിക്കുന്നത് 0 മുതൽ T വരെ ആണെങ്കിൽ 1/T. ഇവിടെ നമുക്ക് ഹാഫ് സൈക്കിളിന്റെ മധ്യത്തോട്ട് 1/T/2. നേരത്തെ നമ്മൾ 0 മുതൽ T വരെ എടുക്കുമ്പോഴാണ് 1/T ആവറേജ് പിടിക്കാൻ വേണ്ടി എന്ത് വരുന്നത്, 1/T ഇന്റഗ്രൽ 0 to T f of t dt. ഇത് T വരെയുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് എത്രയേ ഉള്ളൂ, T/2 വരെ ഉള്ളതുകൊണ്ട് 0 to T/2 മതി. T/2 ഇന്റഗ്രൽ 0 to T/2 I of t. സോ ഇത് 2 മുകളിൽ പോകും. 2/T ഇന്റഗ്രൽ 0 to T/2 I of t നമ്മൾ പഠിച്ചു. I0 sin omega t dt. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, I0 പുറത്തെടുക്കുന്നു. 2 I0/t 0 to T/2 sin omega t dt is equal to 2 I0/t. സൈൻ്റെ ഇന്റഗ്രേഷൻ മൈനസ് കോസ്. സോ മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ ഫംഗ്ഷൻ ഓഫ് 0 to T/2 is equal to ഈ മൈനസ് കൊണ്ട് പുറത്തെടുക്കുന്നു, ഒമേഗ പുറത്തെടുക്കുന്നു. അപ്പോൾ എന്ത് വരും, മൈനസ് 2 I0/omega t എന്നാണ്. കാരണം ഇവിടുത്തെ വേരിയബിൾ സ്മാൾ ടി ആണ്, അതിന് കൊടുക്കുന്ന വാല്യൂസ് ആണ് T/2 0. അപ്പോൾ രണ്ട് വാല്യൂസ് കൊടുക്കുമ്പോഴും മൈനസ് ഒമേഗ അവിടെ കാണും. അപ്പോൾ അതിനെ പുറത്തെടുക്കും. ബാക്കി കോസ് ഒമേഗ ടി 0 to T/2 is equal to minus 2 I0/omega t cos t ക്ക് വരെ T/2. അപ്പോൾ ഒമേഗ T/2 മൈനസ് കോസ് omega into 0 0 is equal to minus 2 I0/omega t cos omega T/2. അപ്പോൾ എന്ത് വിളിച്ചിട്ടുണ്ട്, t is equal to 2π/omega. Therefore omega t is equal to 2π. Now omega 2π, അപ്പോൾ 2π/2 ആവും π minus cos 0 is equal to minus 2 I0/omega t 2π cos pi minus 1 minus cos 0 1 is equal to ये 2 വെട്ടിപ്പോയിട്ട് minus I0/pi into minus 1 minus 1
അപ്പോൾ എന്തൊരു മൈനസ് മൈനസ് പ്ലസ് ആവും 2I0/5. ഇതാണ് I mean or I average. 2I0/5. അപ്പോൾ ഒരു എ സിയുടെ മെയിൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2/π ഇൻറ്റു I0. ഇതാണ് പീക്ക് വാല്യൂവിൻ്റെ എത്രയായിരിക്കും? പീക്ക് വാല്യൂവിൻ്റെ 2/π ടൈംസ് ആയിരിക്കും. 2/π ഇൻറ്റു I0 ആണ് പീക്ക് വാല്യൂ എത്രയാണോ ആ പീക്ക് വാല്യൂവിൻ്റെ 2/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? സിമിലർലി വി ക്യാൻ പ്രൂവ് ഇ മീൻ ഈക്വൽ ടു 2E0/E0 ആണ് പീക്ക് EMF. പീക്ക് EMFന്റെ 2/π ടൈംസ് ആയിരിക്കും E. ഇതാണ് മീൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ. അപ്പോൾ മീൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആവറേജ് ഓർ മീൻ ഓഫ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഡ്യൂറിങ് 1/2 സൈക്കിൾ. ഒരു ഹാഫ് സൈക്കിളിന്റെ സമയത്ത് ആവറേജ്. അപ്പോൾ 0 to T/2 വരെയുള്ള കാര്യം. അപ്പോൾ ഇവിടെ 1/T നമ്മൾ പഠിച്ചത് ഇത് T വരെയുള്ള കാര്യം എടുക്കണം. അപ്പോൾ T/2 0 to T/2. ഇതാണ് മീൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ. ഇത് സിമ്പിളാണ്. അപ്പോൾ എ സി വാല്യൂ നമുക്ക് RMS വാല്യൂ ആയിട്ടും പറയാം, എഫക്റ്റീവ് വാല്യൂ ആയിട്ടും പറയാം. അടുത്ത മറ്റൊരു വാല്യൂ ആണ് വെർച്വൽ വാല്യൂ. വെർച്വൽ വാല്യൂ എന്നാൽ വെർച്വൽ വാല്യൂ സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളൊരു റെസിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ നമ്മുടെ കൈവശം എ സി ഉണ്ട്. അപ്പോൾ എ സിയുടെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു വില പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ എ സിയുടെ വോൾട്ടേജ് അല്ലെങ്കിൽ എ സി കറണ്ട് എത്രയാണെന്ന് നമുക്ക് പറയാൻ അറിയത്തില്ല. അപ്പോൾ ആ വാല്യൂ എക്സ് ആണെന്ന് കിട്ടും. അപ്പോൾ പിന്നെ RMS വാല്യൂ പറയാൻ എഫക്റ്റീവ് വാല്യൂ നമുക്ക് ഇതിന് നമുക്ക് വെർച്വൽ വാല്യൂ നമുക്ക് എഫക്റ്റീവ് വാല്യൂ എന്നും പറയും. അപ്പോൾ നമുക്ക് RMS വാല്യൂ പറയാം അല്ലെങ്കിൽ മീൻ വാല്യൂ പറയാം. ഇതൊന്നുമല്ല, നമ്മൾ നോക്കുന്നു എക്സ് ആണ് നമ്മുടെ കയ്യിലുള്ള എ സിയുടെ വോൾട്ടേജ് എക്സ് ആണത്, അല്ലെങ്കിൽ കറണ്ട് നമ്മുടെ കയ്യിലുള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ വാല്യൂ എക്സ് ആണത്. ഒരു റെസിസ്റ്റൻസ് എടുക്കുക, ഒരു നോൺ റെസിസ്റ്റൻസ് 100 ഓമോ 200 ഓമോ എത്ര ആയിക്കോട്ടെ. അതിൽ കൂടി നമ്മൾ എന്ത് ചെയ്ത് പറയാമോ ഈ നമ്മുടെ കൈവശമുള്ള എ സിയെ കടത്തി വിടും. അപ്പം ഈ R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിൽ കൂടി ഒരു 5 സെക്കൻഡ് സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കൈവശമുള്ള എ സിയെ കടത്തി വിടും. അപ്പോൾ സ്വാഭാവികമായിട്ട് റെസിസ്റ്റൻസിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. അവിടെ ഡെവലപ്പ് ചെയ്ത ഹീറ്റ് നമ്മൾ നോക്കുന്നു 200 ജൂൾ. അപ്പോൾ നമ്മുടെ കൈവശമുള്ള എ സി 5 സെക്കൻഡ് കൊണ്ട് R എന്ന് പറഞ്ഞ റെസിസ്റ്ററിൽ എത്ര ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കി? 200 ജൂൾ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കി. ഇതേ R എടുക്കുക, ഇതേ 5 സെക്കൻഡ് സമയത്തേക്ക് ഇതേ 200 ജൂൾ ഉണ്ടാകാൻ വേണ്ടി എത്ര DC കടത്തി വിടണം നോക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി 3 ആംപിയർ DC കടത്തി വിടണം. അപ്പൊ എന്റെ കൈവശമുള്ളത് എ സി 5 സെക്കൻഡ് കൊണ്ട് R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിൽ 200 ജൂൾ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാക്കി. അതേ ഹീറ്റിംഗ് എഫക്റ്റ് അതേ റെസിസ്റ്റൻസിൽ അതേ സമയത്ത് ഉണ്ടാകാൻ വേണ്ട DC വാല്യൂ എത്ര നോക്കുക. ആ DC വാല്യൂ എത്ര കിട്ടി? 3 ആണ്. അപ്പം ഇവിടുത്തെ എന്റെ കൈവശമുള്ള എ സി ആർക്ക് ഇക്വലന്റ് ആണ്? 3 ആംപിയർ DC ഇക്വലന്റ് ആണ്. സോ X is equal to 3 ആംപിയർ. ഇതാണ് വെർച്വൽ വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ. വെർച്വൽ വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ. അതായത് നമ്മുടെ കൈവശമുള്ള എ സി ഗിവൺ റെസിസ്റ്റൻസിൽ ഗിവൺ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ഉണ്ടാക്കാൻ വേണ്ട DC എത്ര നോക്കുക. ആ DC വാല്യൂ അതിന്റെ എ സി വാല്യൂ പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിൽ 200 ജൂൾ ഉണ്ടാകുന്നുണ്ട്. സാധാരണ 3 ആംപിയർ DC കറണ്ടാണ് ഇതേ സമയം കൊണ്ട് ഇത്രയും ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത്. സോ നമ്മുടെ കൈവശമുള്ള എ സി ഇതിന്റെ എഫക്റ്റീവ് വാല്യൂ എത്രയാണ്? 3 ആംപിയർ ആണ്. ഇതിന്റെ എഫക്റ്റ് ആണ്. അതാണ് വെർച്വൽ വാല്യൂ അല്ലെങ്കിൽ എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്.
മനസ്സിലായോ? വെർച്വൽ വാല്യൂ എഫക്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിവൺ റെസിസ്റ്റൻസിൽ ഗിവൺ ടൈമിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് അതേ അളവിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡി സി വാല്യൂ, അതിനാണ് എന്ത് പറയുക? എഫക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ വെർച്വൽ വാല്യൂ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കണം. അതിനുവേണ്ടി പവർ വേണ്ട, പവർ ഇലക്ട്രിക് പവർ P is equal to dH by dt അല്ലേ? ഒരു സെക്കൻഡിലെ വർക്ക്, അത് എനർജി ആകുമ്പോൾ ഒരു സെക്കൻഡ് എനർജി. അപ്പോൾ ഒരു സെക്കൻഡ് ഉണ്ടാകുന്ന എനർജി അതാണ് പവർ. ഒരു സെക്കൻഡിൽ ഡെവലപ്പ് ചെയ്യുന്ന എനർജി, അതിനാണ് നമ്മൾ എന്താ പറയുക? പവർ എന്ന് പറയുക. ഇത് ഹീറ്റ് എനർജി എന്നത്. ഇവിടുന്ന് ഡി എച്ച് എന്ത് വരും? പി ഡി ടി വരും. ഡി എച്ച് സിക്കൽ ടു പി ഡി. അപ്പോൾ നമ്മളെ എ സിയുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. നമ്മൾ എ സി ഉണ്ട് 0 to t. ഇപ്പോൾ ടി സമയമാണ് ഒരു എ സി. ഒരു എ സി ഫ്ലോ ചെയ്യുന്ന സമയം ടി ആണ്. അപ്പോൾ ആ ടി സമയം കൊണ്ടുണ്ടാകുന്ന എനർജി കണ്ടുപിടിക്കാം. അപ്പോൾ ഹീറ്റ് എനർജി developed in one cycle. This is 0 to t. This is integral 0 to t dh. അത് dt എന്ന് പറഞ്ഞാൽ സ്മോൾ ഇന്റർവെൽ. dt എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സമയത്തുണ്ടാകുന്നതാണ് dh. dt എന്ന് പറഞ്ഞ ഒരു ചെറിയ സമയത്തുണ്ടാകുന്നതാണ് dh. അപ്പോൾ ടി സമയം, ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ ടി സമയം കൊണ്ടാകുന്ന നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ ചെറിയ സമയത്തിനും ഉണ്ടാകുന്നില്ല എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ 0 to t dh. അപ്പം എന്ത് വരും? 0 to t dh നമുക്ക് എന്ത് ചെയ്യാം? p dt is equal to 0 to t. ഇനി എന്താണ് p? പവർ എന്ന് പറഞ്ഞാൽ I square r. അപ്പോൾ I square r dt is equal to 0 to t. ഇനി I എന്താണ്? ഇൻസ്റ്റന്റേനിയസ് കറന്റ് അല്ലേ? ഓരോ സമയത്ത് ഓരോ കറണ്ടാണ്. സോ I of t ആണത്. അതിനെ മാറ്റി നമുക്ക് എന്ത് എഴുതാം? I0 sin ഒമേഗ t. അപ്പോൾ അതിന്റെ സ്ക്വയർ വേണം. I0 സ്ക്വയർ അല്ല. അപ്പോൾ I എന്ന് പറഞ്ഞാൽ I0 sin ഒമേഗ t ആണ്. നമുക്ക് I0 സ്ക്വയർ ആവും, സോറി I സ്ക്വയർ ആവും I0 സ്ക്വയർ sin സ്ക്വയർ ഒമേഗ t ഇൻറ്റു r dt is equal to അത് I0 സ്ക്വയർ കൊടുത്തെടുക്കാം, r കൊടുത്തെടുക്കാം. ബാക്കി 0 to t sin സ്ക്വയർ ഒമേഗ t dt is equal to I0 സ്ക്വയർ r ഇൻറ്റു ഇത്രയും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. RMS ന്റെ കേസിനകത്ത് ഈ സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. 0 to t sin സ്ക്വയർ ഒമേഗ t dt എത്ര കിട്ടി? t/2. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? t/2. ചെയ്ത് നോക്കിയാൽ മതി. നേരത്തെ നമ്മൾ RMS വാല്യൂ ചെയ്ത സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ t/2 കിട്ടും. അപ്പോൾ എന്ത് വരും? ഹാഫ് I0 സ്ക്വയർ RT. ഇതാണ് h ഇക്വേഷൻ. അപ്പോൾ t സമയം കൊണ്ട് അല്ലേ, അല്ലെങ്കിൽ 0 to t സമയം കൊണ്ട് എ സി മൂലം R എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ഹീറ്റ് എത്രയാണ്? 1/2 I0 സ്ക്വയർ RT ആണ്. അപ്പോൾ I0 പീക്ക് വാല്യൂ ഉള്ള ഒരു എ സി ടി സമയത്തേക്ക് R റെസിസ്റ്റൻസിൽ കൂടി കടത്തി വിട്ടാൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് എത്രയായിരിക്കും? I0 സ്ക്വയർ RT. ഇനി ടി സമയത്തേക്ക് ഡി സി കടത്തി വിട്ടാൽ ഉള്ളതായിരിക്കും. ഡി സി കടത്തി വിട്ടാൽ ഈ പ്രശ്നമൊന്നുമില്ല. ഡി സിയുടെ ഇക്വേഷൻ എന്താണ്? I സ്ക്വയർ RT. ഡി സി ആകുമ്പോൾ I സ്ക്വയർ RT. അപ്പോൾ നമ്മൾ ഇതേ ഹീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കടത്തിവിട്ട ഡി സി ഐ വി എടുക്കുക. ഇതേ ഹീറ്റ് ഉണ്ടാകാൻ വേണ്ടി കടത്തിവിട്ട ഡി സി എത്ര എടുക്കുക? ഐ വി എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡി സി ആണെങ്കിൽ ഇങ്ങനെ ഇന്റഗ്രേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഡി സി ആണെങ്കിൽ I സ്ക്വയർ RT എന്ന് കഴിഞ്ഞാൽ മതി. I സ്ക്വയർ. അപ്പം ഡി സി നമ്മൾ ഐ വി എടുത്തുകൊണ്ട് IV സ്ക്വയർ RT. അപ്പോൾ ടി സമയം കൊണ്ട് എ സി മൂലം ഉണ്ടാകുന്ന ഹീറ്റ് ഇത്, ടി സമയം കൊണ്ട് ഡി സി മൂലം ഉണ്ടാകുന്ന ഹീറ്റ് ഇത്. രണ്ട് ഹീറ്റും സെയിം ആവും അല്ലേ? രണ്ട് ഹീറ്റും സെയിം. ഒരേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡി സി വാല്യൂനാണ് എ സി വാല്യൂ പറയുക. രണ്ട് സെയിം ആണ്. സോ from equation 2 and 3 നമുക്ക് എന്ത് കിട്ടും? h വെച്ചും സെയിം, r ഓവറും സെയിം, t യും സെയിം. പിന്നെ എന്താണ്? IV സ്ക്വയർ ഈസ് ഈക്വൽ ടു I0 സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ IV ഈസ് ഈക്വൽ ടു I0 ബൈ √2. സോ എഫക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ വെർച്വൽ വാല്യൂ എന്താണ്? I0 ബൈ √2.
അപ്പോൾ കറണ്ടിന്റെ വെർച്വൽ വാല്യൂ എത്രയാണ് I0 √2. അപ്പോൾ I0 പീക്ക് വാല്യൂ ഉള്ള ഒരു AC-ക്ക് തുല്യമുള്ള DC വാല്യൂ അല്ലെങ്കിൽ വെർച്വൽ വാല്യൂ അത്രയായിരിക്കും I0 √2. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം EV എന്ന് പ്രൂവ് ചെയ്യാം E0 √2. അപ്പോൾ ഇത് നമുക്കൊരു കാര്യം മനസ്സിലായി. നമുക്ക് I0 √2 എന്നാണ് IRMS. സോ IV എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ് IRMS ന് ഈക്വലാണ്. അതുപോലെ EV എന്നുള്ള എന്തിന് ഈക്വലാണ് RMS ന് ഈക്വലാണ്. ഇവിടെ എല്ലാം ഓർമ്മിക്കേണ്ട കാര്യം E0 എന്ന് പറഞ്ഞാൽ BAN ഒമേഗയാണ് ജനറേറ്ററിന് നാമം. B മാഗ്നറ്റിക് ഫീൽഡ്, A അവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന ലൂപ്പിന്റെ ഏരിയ, N ലൂപ്പിനകത്തുള്ള ടെനുകളുടെ എണ്ണം, ഒമേഗ അതിന്റെ ആംഗുലർ വെലോസിറ്റി. അപ്പോൾ പീക്ക് വാല്യൂ കൂടണമെങ്കിൽ ഇതിനകത്തുള്ള ആരെങ്കിലും മാറ്റണം. ഒന്നുകിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് മാറ്റണം, അല്ലെങ്കിൽ ലൂപ്പിന്റെ ഏരിയ മാറ്റണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് മാറ്റണം, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടണം. I0 ആകുമ്പോൾ BAN ഒമേഗ ബൈ ആ കോയിലിന്റെ റെസിസ്റ്റൻസ് കൂടി വരും. ഇതാണ് AC-യുടെ വാല്യൂസ്. അപ്പോൾ AC-ക്ക് നമുക്കൊരു പ്രത്യേക വാല്യൂ പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു RMS വാല്യൂ പറഞ്ഞു, മീൻ വാല്യൂ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എന്ത് പറയുന്നു എഫക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ വെർച്വൽ വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് സങ്കല്പിക്കുന്നു ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിലെ എനർജിയാണ്. അപ്പോൾ DH/dt ആണ്. സോ DH എന്ന് പറഞ്ഞാൽ P/dt ആണ്. അപ്പോൾ ഇത് DT എന്ന് പറഞ്ഞാൽ സ്മാൾ ഇന്റർവെല്ലിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റാണ് ഇത്രയും. അപ്പോൾ നമുക്കൊരു AC-യുടെ ഫുൾ സൈക്കിൾ ഡെവലപ്പ് ചെയ്യുന്ന വേണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ DH എന്ന് പറഞ്ഞാൽ P/dt, P എന്ന് I² ആണ്, I² dt. നമ്മൾ I എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ്, I0 sin omega t. അപ്പോൾ അതിന്റെ സ്ക്വയർ. അപ്പോൾ ചെയ്ത് ഇത് നമ്മൾ നേരത്തെ RMS-ന്റെ സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക T/2 H = ½ I0² RT. ഇനി H = എന്ത് ഇത് AC കടത്തിവിടണം. അപ്പോൾ T സമയത്തേക്ക് I0 പീക്ക് വാല്യൂ ഉള്ള AC ആ റെസിസ്റ്റൻസിൽ കൂടി കടത്തിവിടുമ്പോഴുള്ള ഹീറ്റാണ് ഇത്രയും. ഇനി അതേ സമയം കൊണ്ട് ആ റെസിസ്റ്റൻസിൽ കൂടി നോർമൽ DC കടത്തിവിട്ടാൽ H = I² RT എഴുതിയാൽ മതി അല്ലേ. DC നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന് തുല്യമായിട്ടുള്ള നമ്മൾ ഈ DC നമ്മൾ IV എഴുതുന്നു. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ IV² R = ആയിരിക്കും I0²/2. അപ്പോൾ ഇതാണ് ഇതേ ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാകുന്ന DC വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയുക എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. അതെല്ലാം I0 ആണ്. ഇനി ഇതിനകത്ത് B0 എന്നാൽ പീക്ക് വാല്യൂ ആണ്, അത് BAN ഒമേഗ. I0 ആണ് പീക്ക് വാല്യൂ ഓഫ് കറണ്ട്, BAN ഒമേഗ ബൈ. അപ്പോൾ ഇത്രയുമാണ് AC-യുടെ വാല്യൂസ് പറയുന്നത്. ഇപ്പോൾ 3 രീതിയിൽ നമുക്ക് പറയാം. RMS വാല്യൂ ആയിട്ട് പറയാം, മീൻ വാല്യൂ ആയിട്ട് പറയാം, എഫക്റ്റീവ് വാല്യൂ ആയിട്ട് പറയാം. എഫക്റ്റീവ് വാല്യൂ ആയിട്ട് പറഞ്ഞാൽ എന്തിനേക്കാണ് RMS വാല്യൂ ആയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ പറഞ്ഞ 220 വോൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വാല്യൂ ആണ് RMS വാല്യൂ ആണെങ്കിൽ എഫക്റ്റീവ് വാല്യൂ.